പ്രൈസ് ദി ലോർഡ്. ഇബ്രാഹിം ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അവിടെ ഒരു പദം മാത്രം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഭാരം എന്നുള്ള വിഷയം. ഭാരം എന്നുള്ള വിഷയത്തിൽ അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ലെറ്റ് us also lay aside every encumbrance. എല്ലാ ബാധ്യതകളെയും തള്ളിക്കളയുക. നമുക്ക് ബാധ്യത ഉണ്ടാകുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മളൊരു വസ്തു വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ബാധ്യത സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. എന്തിനാണ് ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത്? ബാധ്യതകളില്ല എന്ന് തെളിയിക്കുന്ന 15 വർഷത്തേക്ക് 20 വർഷത്തേക്കും ബാധ്യതകളില്ല എന്ന് തെളിയിക്കുന്ന സ്വതന്ത്രമായ സ്ഥലമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. ഇതുപോലെ നാം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഹല്ലേലൂയ ചെല്ലുമ്പോൾ ഹല്ലേലൂയ നമ്മളുടെ മേലുള്ള എല്ലാ ബാധ്യതകളെയും നമ്മൾ തള്ളിക്കളയുക. ഹല്ലേലൂയ പാപത്തിന്റെ ബാധ്യതകളുണ്ട്. ആമേൻ. പിശാച് നമ്മളെ ഹല്ലേലൂയ വഞ്ചിച്ച ബാധ്യതകളുണ്ട്. നാം ഫോഷ്ക്ക് പറഞ്ഞതായ ബാധ്യതകളുണ്ട്. പല കാര്യങ്ങളിൽ നമ്മളെ കുറ്റം വിധിക്കുവാൻ പിശാച് നിൽക്കുന്ന വിഷയങ്ങളുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ആ ബാധ്യതകളെല്ലാം വിട്ടൊഴിയുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. അവൻ മുറുകെ പറ്റുന്ന പാപങ്ങളും സകല ഭാരവും വിട്ടൊഴിയുവാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നമ്മളോട് പറ്റി നിൽക്കുന്ന ബാധ്യതകൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ അനേക നാളുകളായി നമ്മളെ പിന്തുടരുന്ന ചില ബാധ്യതകൾ, ചില പാപ സ്വഭാവങ്ങൾ, ചില ഹല്ലേലൂയ അതേ മുൻകോപങ്ങൾ, ചില ഫോഷ്കിന്റെ അവസരങ്ങൾ, ഹല്ലേലൂയ ചില കള്ളം പറയുന്ന കള്ളസാക്ഷ്യങ്ങൾ, ഹല്ലേലൂയ ചില വശീകരണ അനുഭവങ്ങൾ, ചില ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ, ഹല്ലേലൂയ ദൈവഹിതമില്ലാത്ത വഴികൾ, ഹല്ലേലൂയ സ്തോത്രം, ദൈവഹിതമില്ലാത്ത കൂട്ടായ്മകൾ, ഇതെല്ലാം വിട്ടൊഴിയുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവഹിതമില്ലാത്ത എല്ലാ കൂട്ടായ്മകളും വിട്ടൊഴി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. ഹല്ലേലൂയ സ്തോത്രം. മദ്യപിക്കുന്ന കമ്പനിയിൽ നീ കൂട്ടായ്മ ആചരിക്കാൻ തുടങ്ങിയാൽ നീ മദ്യപാനിയായി തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ നീ ഒരു വേർപെട്ടവനാണെന്ന് അവർക്ക് ബോധ്യമാകണം. ഹല്ലേലൂയ. നീ സിഗരറ്റ് വലിക്കുന്നവരുടെ കമ്പനികളിൽ ഹല്ലേലൂയ നീ കൂട്ടായ്മ ആചരിച്ചാൽ നീയും സിഗരറ്റ് വലിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, നിന്നെ എത്ര നിർബന്ധിച്ചാലും ഞാനത് തുടത്തില്ല, ഞാൻ ആ മദ്യം കുടിക്കത്തില്ല, ഞാൻ ഹല്ലേലൂയ വശീകരണ വാക്കുകളിൽ പെട്ട് നശിച്ചു പോകത്തില്ല, അല്ലെങ്കിൽ ഞാൻ മ്ലേച്ഛമായ ലൈംഗിക ബന്ധങ്ങളിൽ അകപ്പെട്ടു പോകത്തില്ല, ഞാൻ എൻ്റെ അതേ വേശ്യമാർക്ക് എൻ്റെ ശരീരം കൊടുക്കത്തില്ല, ദൈവഹിതമില്ലാത്ത വഴികളിൽ ഞാൻ പോകത്തില്ല എന്ന് ഹല്ലേലൂയ പൂർണ്ണമായ ഒരു ഉടമ്പടി ചെയ്യുന്നെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്നു, സ്ഥിരതയോടുകൂടെ ഓടിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സഹായിക്കും. അതിനുവേണ്ടി ഒറ്റ കാര്യമേ അവിടെ പറയുന്നുള്ളൂ. 2-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. അങ്ങനെ ജീവിക്കണമെങ്കിൽ എല്ലാ ഭാരവും വിട്ടൊഴിഞ്ഞ് മുറുകെ പറ്റുന്ന പാപങ്ങൾ വിട്ടൊഴിഞ്ഞ് ജീവിക്കണമെങ്കിൽ ഹല്ലേലൂയ അങ്ങോട്ടുള്ള നോട്ടം ബ്ലോക്ക് ചെയ്യുക. യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക. ഹല്ലേലൂയ സ്തോത്രം. അവൻ പാപം സഹിച്ചവനായി, പാപമില്ലാത്തവനായി, പാപികൾക്ക് വേണ്ടി തന്റെ ശരീരവും ജീവനും കൊടുത്ത യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പാപിയായി തീർന്ന, നിനക്ക് വേണ്ടി അതേ കഷ്ടം അനുഭവിച്ച, ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. നിന്റെ പാപങ്ങൾ മോചിക്കാൻ വേണ്ടിയാണ് അവൻ കാൽവറിയിൽ യാഗമായി തീർന്നത്. നിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തത്തിന് വേണ്ടിയാണ് അവൻ യാഗമായി തീർന്നത്. നിന്റെ ശാപങ്ങൾ മാറാൻ വേണ്ടിയാണ് അവൻ കാൽവറിയിൽ യാഗമായി തീർന്നത്. അതുകൊണ്ട് എല്ലാ പാപങ്ങളും മോചിച്ചു കിട്ടേണ്ടതിന്, എല്ലാ ഭാരങ്ങളും മാറിപ്പോകേണ്ടതിന്, എല്ലാ ശാപങ്ങളും നീങ്ങി മാറേണ്ടതിന് യേശുവിന്റെ പൊന്മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിനായി അവരുടെ മുഖം ഒരു നാൾ ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് ഹല്ലേലൂയ നിന്നെ ലജ്ജിപ്പിക്കുന്നവരുടെ നടുവിൽ, നിന്നെ ക്രൂശിക്കുന്നവരുടെ നടുവിൽ, നിന്നെ നിന്ദിക്കുന്നവരുടെ നടുവിൽ നിന്റെ ഗതി എന്തായി തീരുമെന്ന് അതേ നോക്കി നിൽക്കുന്ന അനേകരുണ്ട്. നിന്നെ പരിഹസിക്കാൻ നോക്കി നിൽക്കുന്നവരുണ്ട്, നിന്നെ നിന്ദിക്കുവാൻ നോക്കി നിൽക്കുന്നവരുണ്ട്, നിനക്കെതിരായി ഹല്ലേലൂയ വാളോങ്ങി നിൽക്കുന്നവരുണ്ട്. എന്നാൽ അവരുടെയൊക്കെ കൂട്ടുകെട്ടുകളെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് സ്വാതന്ത്ര്യം നൽകി നിന്നെ വിടുവിക്കുവാൻ സർവശക്തനാണ്. അവരുടെ മുമ്പിൽ വെച്ച് ദൈവം നിന്നെ മാനിക്കും. ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക, യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. യേശുവിനെ നോക്കിയാൽ എല്ലാം മാഞ്ഞു പോകും. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, ഈ പ്രിയപ്പെട്ട ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ സഹായം
അനുഗ്രഹത്തിന്റെ നന്മ, അനുഗ്രഹത്തിന്റെ സഹായം, അനുഗ്രഹത്തിന്റെ വഴികൾ, അനുഗ്രഹത്തിന്റെ വാതിലുകളെല്ലാം യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.